നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതിന് തൊട്ട് പിന്നാലെ നിരവധി പരിഷ്കാരങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതാണ്ട് 200ഓളം ഉത്തരവുകളാണ് ഇന്നലെ തന്നെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അംഗീകരിച്ചത്. ഇതിൽ ചിലപ്പോൾ വിവാദമാകാനുള്ള ചില ഉത്തരവുകൾ പോലും ഉണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുടിയേറ്റ നിയമങ്ങൾ മുതൽ ലിംഗസമത്വം വരെയുള്ള നിരവധി കാര്യങ്ങളിലാണ് ഈ ഉത്തരവുകൾ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. നേരത്തെ തന്നെ താൻ പ്രസിഡന്റായി ചുമതലയേറ്റാൽ ഉടൻ തന്നെ ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അത് അനർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്നലെ നിറഞ്ഞ കരഘോഷത്തോടു കൂടി ട്രംപ് തൻ്റെ തീരുമാനങ്ങൾ അവിടെ പ്രഖ്യാപിച്ചത്. അമേരിക്കയിലെ ചില സ്ഥാപനങ്ങൾക്കും ചില പർവ്വതങ്ങൾക്ക് പോലും അവരുടെ പേര് മാറ്റുകയും നേരത്തെ ഉണ്ടായിരുന്ന പേരുകൾ, അതായത് ചില പർവ്വതങ്ങളുടെ പേരുകൾ മാറ്റിയിരുന്നു, ആ പേരുകൾ തിരികെ കൊണ്ടുവരികയും ചെയ്തു. അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ തന്നെ പേരുകൾ മാറ്റുന്ന ആ രീതിയിലേക്കും ട്രംപ് കടന്നുപോയിരുന്നു. ഇതൊക്കെ തന്നെ നേരത്തെ അദ്ദേഹം നൽകിയിരുന്ന വാഗ്ദാനങ്ങളായിരുന്നു. താൻ പ്രസിഡൻ്റായാൽ ഇതൊക്കെ ചെയ്യുമെന്ന് നേരത്തെയും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ട്രാൻസ്ജെൻഡറുകളെ ഡൊണാൾഡ് ട്രംപ് തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ്. ട്രംപ് പറഞ്ഞത് അമേരിക്കയിൽ ഇനി മുതൽ സ്ത്രീയും പുരുഷനും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ്. മൂന്നാമതൊരു വിഭാഗം പിന്നെ ഇല്ല എന്നാണ് ട്രംപ് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ജോ ബൈഡൻ സർക്കാർ ട്രാൻസ്ജെൻഡറുകൾക്കായി ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നു. അവർക്കൊണ്ട് ഒരുപാട് പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് ഇതിനെ ശക്തമായി എതിർത്തിരുന്ന വ്യക്തി കൂടിയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെയാണ് താൻ അധികാരത്തിലെത്തിയ ഉടൻ തന്നെ ഇനി മുതൽ ട്രാൻസ്ജെൻഡർ എന്നൊരു വിഭാഗം അമേരിക്കയിൽ ഇല്ല എന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഇനി മുതൽ ഗൾഫ് ഓഫ് അമേരിക്ക എന്നായിരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത് ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പറയുന്നതിനേക്കാളും വളരെ മനോഹരമായൊരു പേരായിരിക്കും എന്നാണ് കൂട്ടച്ചിരികൾക്കിടയിൽ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ ഒരു തീരുമാനത്തെ മെക്സിക്കോയിലെ ജനങ്ങൾ ഒന്നടങ്കം എതിർക്കുകയാണ്. കൂടാതെ മെക്സിക്കൻ പ്രസിഡന്റും ഇക്കാര്യത്തിൽ ശക്തമായ വിയോജിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപിനാകട്ടെ ഇതിനെക്കുറിച്ചൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ആശങ്കകളുമില്ലാതെ തൻ്റെ തീരുമാനങ്ങളായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ട്രംപ് തീരുമാനിച്ചിട്ടുള്ളത്. സുപ്രീം കോടതി വിധി മറികടന്ന് ടിക്ടോക്കിനെ അമേരിക്കയിൽ നിലനിർത്താൻ തന്നെ ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചിരിക്കുകയാണ്. ടിക്ടോക്കിൻ്റെ CEO തന്നെ ഇന്നലെ ഡൊണാൾഡ് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് നേരിട്ട് എത്തിയിരുന്നു. മാത്രമല്ല ഡൊണാൾഡ് ട്രംപിൻ്റെ വിശ്വസ്തനായ ഇലോൺ മസ്ക് ഒരു പക്ഷേ അമേരിക്കയിൽ ടിക്ടോക്കിൻ്റെ ഉടമസ്ഥത ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്താണെങ്കിലും സുപ്രീം കോടതിയെ പോലും മറികടന്നുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ അത് തീർച്ചയായും തൻ്റെ അനുകൂലികൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് 100% ഉറപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പരിഷ്കാരം അമേരിക്കയുടെ തെക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണ്. ഈ മേഖലയിലൂടെ ഇനി മുതൽ ആരെയും അമേരിക്കയിലേക്ക് കടന്നു വരാൻ അനുവദിക്കേണ്ടതില്ല എന്നാണ് ട്രംപിൻ്റെ കർശനമായ ഉത്തരവ്. നേരത്തെ പുറപ്പെടുവിച്ച ഉത്തരവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവ് ഇതുതന്നെയാണ്. മെക്സിക്കോയിൽ നിന്നും ആയിരങ്ങളാണ് ഓരോ ദിവസവും ഇതുവഴി കടന്നു വരുന്നത്. ഒരു കാരണവശാലും ഇനി ആരും കടത്തിവിടരുതെന്നും അവിടെ വേണ്ടി വന്നാൽ സൈന്യത്തെ നിയോഗിച്ച് താൻ ആളുകളെ നേരിടുമെന്നും ട്രംപ് നേരത്തെയും പ്രഖ്യാപിച്ചിരുന്നു. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് ട്രംപ് ഇപ്പോൾ വീണ്ടും നടത്തിയിരിക്കുന്നത്. അതുപോലെയാണ് അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്ത മേഖലകളിൽ ഇനി മുതൽ പണം മുടക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം. ഇത് ഏറ്റവും ഗുരുതരമായി ബാധിക്കാനിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയെ തന്നെയാണ്. ഐക്യരാഷ്ട്രസഭയുടെ വിവിധ സംഘടനകൾക്ക്, ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾക്കൊന്നും തന്നെ ഇനി മുതൽ അമേരിക്ക പണം നൽകില്ല എന്ന് തീരുമാനമെടുത്തതായിട്ടാണ് സൂചന. കൂടാതെ ഗാസയിൽ രക്ഷാപ്രവർത്തനത്തിനും അവിടെ ജനങ്ങളുടെ ക്ഷേമത്തിനുമായി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സംഘടനയായ UNRWA അവർക്കും ഇനി മുതൽ സാമ്പത്തിക സഹായം നൽകുന്നതല്ല എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സംഘടനയ്ക്ക് ഹമാസ് തീവ്രവാദ സംഘടനയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ഇസ്രായേൽ പോലും പലവട്ടം ആരോപിച്ചിട്ടുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു വ്യക്തി അമേരിക്കയിൽ വെച്ചാണ് ജനിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായി അയാൾക്കവിടെ പൗരത്വം കിട്ടുന്ന സംവിധാനവും ഡൊണാൾഡ് ട്രംപ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയ വ്യക്തികളുടെ ഭാര്യമാർ അമേരിക്കയിൽ വെച്ചാണ് പ്രസവിക്കുന്നതെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഒരു ജന്മാവകാശം എന്നുള്ള നിലയിൽ പൗരത്വം ലഭിക്കുന്ന ഒരു രീതി നേരത്തെ നിലനിന്നിരുന്നു. ഇത് വേണ്ടെന്ന് വയ്ക്കാനാണ് ഇപ്പോൾ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് അമേരിക്കൻ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നേരത്തെ ചെയ്തത് എന്നും ഭരണഘടനാ ഭേദഗതിയുടെ അല്ലാതെ തീരുമാനം മാറ്റാൻ കഴിയുകയില്ല എന്നുമാണ് ട്രംപിൻ്റെ തീരുമാനത്തെ എതിർക്കുന്നവർ പറയുന്നത്. ഏതായാലും പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഭരണഘടനാ പരിഷ്കാരം ട്രംപ് കൊണ്ടുവരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. കൂടാതെ അലാസ്കയിലെ ഡെനാലി പർവ്വതത്തിൻ്റെ പേര് വീണ്ടും പഴയ പേരായ മൗണ്ട് മെക്കൻലി എന്നാക്കി മാറ്റി. 2015 അന്ന് പ്രസിഡൻ്റായിരുന്ന ബരാക് ഒബാമയാണ് ഈ പർവ്വതത്തിൻ്റെ പേര് മാറ്റിയത്. എന്നാൽ പിൽക്കാലത്ത് പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം ഭരണത്തിൽ നിന്ന് പുറത്തായത്. ഇപ്പോൾ വീണ്ടും പ്രസിഡൻ്റായപ്പോൾ താൻ പണ്ട് പ്രഖ്യാപിച്ചിരുന്ന നയങ്ങളൊക്കെ തന്നെ കർശനമായി നടപ്പിലാക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ്. ആരെതിർത്താലും ഇതെല്ലാം താൻ നടപ്പിലാക്കും എന്ന പ്രഖ്യാപനം തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ച് കർശന നിലപാടുകാരനെന്ന് പേരുള്ളത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ട്രംപ് ചെയ്യാൻ പോകുന്നതെന്ന ആശങ്കയിലാണ് ശരിക്കും
ട്രംപിൻ്റെ തന്നെ സ്വന്തം പ്രസ്ഥാനക്കാരും.